ഹലോ ഹായ് എല്ലാ ഫാമിലീസിനും ഗുഡ് മോർണിംഗ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കർക്കിടക മാസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ ചെയ്യേണ്ടതാട്ടോ. മുക്കുറ്റി അരച്ചിട്ട് കൊറിയിടുക. മുക്കുറ്റിയും തുളസിയും കൂടി തലയിൽ ചൂട്. ഇതെല്ലാ പെൺകുട്ടികളും ചെയ്യണം കേട്ടോ. നല്ലതാണ്. പണ്ടുള്ള അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനുള്ള ഐതിഹ്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ കർക്കിടക മാസമായ എല്ലാ പെൺകുട്ടികളും മുക്കുറ്റിയും തുളസിയും കൂടി കതിര് തലയിൽ ചൂടും. ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഭഗവാനെ പോയി ഒന്ന് തൊഴുക. ശ്രീരാമന് നിങ്ങൾക്കറിയുമായിരിക്കും, എന്നാലും ഞാൻ പറയണമെന്ന് മാത്രം കേട്ടോ. ശ്രീരാമനും ലക്ഷ്മണൻ 4 അമ്പലം പോയി തൊഴുക. അതേ ഇല്ലയെന്നുണ്ടെങ്കിൽ ശ്രീരാമനും ലക്ഷ്മണനും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതമ്പലമായാലും പോയി കർക്കിടക മാസത്തിൽ അമ്പലത്തിൽ പോയി തൊഴുകണം, നല്ലതാണ്. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് പനി, എനിക്ക് പനി, ഇതൊക്കെ മാറുമ്പോഴേക്കും കുട്ടികളുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ കുട്ടികളും സ്കൂളും ഒഴിവും നോക്കിയിട്ട് വേണം ഭഗവാന്റെ അടുത്ത് പോയി ഒന്ന് തൊഴുത് അന്നദാനമൊക്കെ ഒന്ന് കഴിക്കാൻ, ഭഗവാന്റെ പ്രസാദമൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ എല്ലാവരും വരിക, ഭഗവാന്റെ അടുത്ത് പ്രസാദമൊക്കെ കഴിച്ച് പോകാം. പിന്നെ കർക്കിടക മാസത്തിൽ എല്ലാ പ്രധാനമാണ്. എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാകും രാമായണ വായന. ഇവിടെ ഭഗവാന്റെ അടുത്ത് ഉണ്ട് കേട്ടോ. പുറമേ ദൂരെയുള്ളവരൊക്കെ വന്ന് രാമായണം വായിക്കും. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേജും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വന്ന് വായിക്കുക. ഭഗവാന്റെ മുന്നിൽ വായിച്ചാൽ നല്ലതാണ്. അങ്ങനെ വായിക്കണം എന്നറിയണമെന്നേ ഉള്ളൂ. അപ്പോൾ വായിക്കാൻ പറ്റുന്നവർക്കൊക്കെ വായിക്കാം. അവിടെ വന്ന് ഇരുന്ന എല്ലാ അമ്മമാരും നമ്മളെപ്പോലുള്ളവരും ഒക്കെ വായിക്കുന്നവരുണ്ട് കേട്ടോ. പറ്റാവുന്നവർ ഒന്ന് വായിക്കാം, അങ്ങനെയുള്ളവർക്കും വായിക്കാം. നമുക്ക് ഒരു വിശ്വാസമല്ലേ അത്. ഇപ്പോൾ ഒരു ദിവസം വായിക്കാൻ പറ്റണം, അത്രയും നല്ലതാണ്. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുക, തൊഴുക. പിന്നെ മരുന്ന് കഞ്ഞി, അതുപോലെ ഔഷധ ഗുണമുള്ള ഇലക്കറികൾ ഒക്കെ കഴിക്കുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ ചിലവർ മരുന്നൊക്കെ വെച്ച് കഴിക്കും കർക്കിടക മാസത്തിൽ. പിന്നെ ചിലവർ മരുന്ന് മേടിച്ച് കഴിക്കും, കഷായങ്ങൾ, അരിഷ്ടങ്ങൾ. അത് ശരീരവേദനകളും ഞരമ്പ് നാഡികളും ഒക്കെ ഇപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് ഇളമ്പിക്കുന്ന സമയം. എന്താണെന്ന് പറയുക, മരുന്നുകളൊക്കെ വേഗം എഫക്റ്റ് എടുക്കും. എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ വേഗം പിടിക്കുന്ന മാസമാണ് അത്ര കർക്കിടക മാസം. ചിലവർ കോഴി കഴിക്കും, ചിലവർ ആട്ടിൻകാല് കഴിക്കും, ആട്ടിൻ തല കഴിക്കും, ആട്ടിൻ്റെ എല്ലുകൾ വെച്ചിട്ടൊക്കെ മരുന്നുണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുത്തശ്ശിയാവുന്ന കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ കഴിക്കുന്നവരുണ്ട്. പക്ഷെ അടുത്ത കർക്കിടകം വരുമ്പോഴും ഇതുപോലെ കഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ മരുന്ന് കഴിച്ച്, അപ്പോൾ അത് ആ വേദന പിന്നെ എടുക്കുന്നതാണ് പറയുക. അപ്പോൾ നമ്മൾ എല്ലാ വർഷത്തിലും ഈ കർക്കിടക മാസം വരുമ്പോൾ മരുന്ന് കഴിച്ചാൽ നല്ലതാണ്. ശരീരത്തിന് വേദനകൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറി മറക്കരുത്. എല്ലാവരും കർക്കിടക മാസത്തിൽ അറിയാത്തവരുണ്ടാവും. മുക്കുറ്റിയും തുളസിയും കൂടെ ചൂടുക. അപ്പോൾ ഞങ്ങളതൊക്കെ ചെയ്യും. ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളെ പറഞ്ഞയച്ച് വീട് ക്ലീൻ ചെയ്ത് എന്നിട്ടാണ് കുളിച്ചത്. കാലത്ത് നേരത്തെ കുളിക്കണം എന്നൊക്കെ ചിന്തിക്കും, പക്ഷെ പറ്റില്ലല്ലോ. കുട്ടികളുടെ കാര്യങ്ങൾ നടക്കില്ല. അവർക്ക് ഭക്ഷണം, ഒരാൾക്ക് കോളേജിൽ പോകുമ്പോഴേക്കും ഭക്ഷണം ടിഫിൻ ബോക്സിൽ റെഡിയാക്കണം. പിന്നെ ഒരാൾക്ക് കഴിക്കാൻ ഉണ്ടാക്കണം. പിന്നെ ചെറിയ കുഞ്ഞാറ്റയുടെ കാര്യം നോക്കണം, അവൾക്ക് കഴിക്കാൻ കൊടുക്കണം. എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ കുളിച്ച് ഫ്രഷായി ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പം കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.